ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി പാഠം 18ൻ്റെ എക്സസൈസസ്. പാഠം 18 രണ്ട് വിഷയങ്ങളാണ്. ഒന്ന് കം, എത്രാന്ന് ചോദിക്കുക. അതിനുശേഷം ആ ചോദിക്കപ്പെടുന്ന ഇസ്മ അത് ഏകവചനായിരിക്കും. ബഹുവചനത്തിൻ്റെ അർത്ഥമാണെങ്കിലും ഏകവചനായിരിക്കും. അത് മൻസൂബായിരിക്കും. അതിന് അലിഫ് ലാം ഉണ്ടാവില്ല. നക്കിറയായിരിക്കും, മാരിഫ ആയിരിക്കില്ല. പിന്നെ മുസന്ന, ദ്വിവചനം നമ്മൾ പഠിക്കുകയാണ്. ദ്വിവചനമൊക്കെ എങ്ങനെ ആനീന്ന് അവസാനം ചേർക്കുക. ആനി, അലിഫും നൂനിന് കസറും. അപ്പോൾ താഴെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം കമ്മ് വെച്ചിട്ടാണ് ചോദിച്ചത്. അപ്പോൾ കമ്മിന് ശേഷമുള്ള ആ ഇസ്മിന് അലിഫ് ലാം ഉണ്ടാവില്ല, മൻസൂബായിരിക്കും, ഏകവചനായിരിക്കും. ഒന്നത് അതാണ് ചോദ്യത്തിലുണ്ടാകുക. എത്രാന്ന് ചോദിച്ചിട്ട് അതിൻ്റെ ഉത്തരം നമ്മൾ മുസന്നയായിട്ട് പറയണം, ദ്വിവചനായിട്ട് പറയണം. അവസാനത്തിന് അലിഫും നൂനിന് കസറും ചേർത്ത് ഉത്തരം എഴുതണം. അപ്പം നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. കം കലമൻ ഇന്ദക, നിൻ്റെ അടുക്കൽ എത്ര പേനകളുണ്ട്? അപ്പം എങ്ങനെ ഉത്തരം പറയാം? ഇന്ദി കലമാനി. അപ്പം എൻ്റെ അടുക്കൽ എന്ന് പറയണമെങ്കിൽ ഇന്ദി, യാ ചേർക്കണം. നിൻ്റെ അടുത്ത് എത്രയാന്ന് ചോദിക്കണമെങ്കിൽ ഇന്ദക. എൻ്റെ അടുക്കൽ എന്ന് പറയണമെങ്കിൽ ഇന്ദി. അപ്പം ഇന്ദി കലമാനി. അപ്പോൾ കലമിൻ്റെ കൂടെ അലിഫും നൂനിന് കസറും. ഇന്ദി കലമാനി, എൻ്റെ അടുക്കൽ 2 പേനകളുണ്ട്. കം കിതാബൻ ഇന്ദക, നിൻ്റെ അടുക്കൽ എത്ര പുസ്തകങ്ങളുണ്ട്? ഇന്ദി, എൻ്റെ അടുക്കൽ കിതാബാനി, 2 പുസ്തകങ്ങളുണ്ട്. അപ്പോൾ എന്താ? ലർഫ് ഖബർ. യാ മുത്തക്കല്ലിം മുദാഫിലെ മജ്റൂർ. കലമാനി മുബ്തദഉൻ മർഫൂൻ. വ അലാമത്തു റഫ്ഇഹി അൽ അലിഫു ലി അന്നഹു മുസന്ന. റഫിൻ്റെ അടയാളം അലിഫാണ്, കാരണം ഇത് മുസന്നയാണ്, ദ്വിവചനാണ്. ദ്വിവചനത്തിൽ അലിഫാണ് റഫിൻ്റെ അടയാളം. ദമ്മത്തായിട്ട് വരാം, അലിഫാണ്. അതുപോലെ ഇന്ദി കിതാബാനി എന്ന് പറയുമ്പോൾ ഇന്ദ ലർഫ് ഖബർ, യാ മുത്തക്കല്ലിം മുദാഫിലെ മജ്റൂർ, കിതാബാനി മുബ്തദഉൻ മർഫൂൻ, വ അലാമത്തു റഫ്ഇഹി അൽ അലിഫു ലി അന്നഹു മുസന്ന. കം സുബൂറത്തൻ ഫി ഫസ്ലിക്കും, ക്ലാസ് റൂമിൽ എത്ര ബോർഡുണ്ട്? ക്ലാസ് റൂമിൽ. അപ്പം എങ്ങനെ ഉത്തരം പറയാം? ഇനി അതിലുണ്ട് എന്ന് പറയണം. ക്ലാസ് റൂമിലുണ്ട് എന്നുള്ളത് അതിലുണ്ട്. അപ്പോൾ ഫീഹി, ഫീഹി സബൂറത്താനി, 2 ബോർഡുകളുണ്ട്. ഫീ ഹർഫുജർ, ഹി ഇസ്മു മജ്റൂർ, ജാറും വ മജ്റൂർ ശിബു ജുംല, ഖബർ മുഖദ്ദമ. സബൂറത്താനി മുബ്തദഉൻ മർഫൂൻ, വ അലാമത്തു റഫ്ഇഹി അൽ അലിഫു ലി അന്നഹു മുസന്ന. കം റിയാലൻ ഇന്ദക അൽ ആന യാ ലൈല, ലൈലെ ഇപ്പോൾ നിൻ്റെ അടുക്കൽ, ഇന്ദക്കി, ഓക്കെ, പെണ്ണാകുമ്പോൾ ഇന്ദക്കി, ഇപ്പോൾ നിൻ്റെ അടുക്കൽ എത്ര റിയാലുകളുണ്ട്? അപ്പം എങ്ങനെ മറുപടി പറയാം? ഇന്ദി റിയാലാനി, എൻ്റെ അടുക്കൽ 2 റിയാലുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഉത്തരം ഞാൻ താഴെ പോസ്റ്റ് ചെയ്യും. ബാറക്കല്ലാഹു ഫീക്കും. എൻ്റെ അടുക്കൽ 2 റിയാലുകളുണ്ട്. കം ഉഖ്തൻ ലക യാ അലി, അലിയെ നിനക്ക് എത്ര സഹോദരന്മാരുണ്ട്? ലീ ഉഖ്താനി, എൻ്റെ അടുക്കൽ എനിക്ക് 2 സഹോദരിമാർ ഉണ്ട്. എനിക്ക് 2 സഹോദരിമാരുണ്ട്. ലീ ഹർഫുജർ, യാ മുത്തക്കല്ലിം ഇസ്മു മജ്റൂർ, ജാറും വ മജ്റൂർ ശിബു ജുംല ഖബർ, ഉഖ്താനി മുബ്തദഉൻ മർഫൂൻ, വ അലാമത്തു റഫ്ഇഹി അൽ അലിഫു ലി അന്നഹു മുസന്ന. കം അമ്മൻ ലക്കി യാ ആമിന, അമ്മെന്ന് പറഞ്ഞാൽ ഉപ്പൻ്റെ ബ്രദർ. അപ്പോൾ നിനക്ക് എത്ര അമ്മുകളുണ്ട് അല്ലയോ ആമിന?
അല്ലെങ്കിൽ ആമിനെ ലീ അമ്മാനി. ഓക്കെ, എനിക്ക് എൻ്റെ ഉപ്പക്ക് എനിക്ക് 2 അമ്മമാരുണ്ട്. ഓക്കെ, ഉപ്പക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്, സഹോദരന്മാരുണ്ട്. ലീ ഹർഫുജർ യാ മുത്തക്കല്ലിം ഇസ്മു മജ്റൂർ ജാർ വ മജ്റൂർ ശിബു ജുംല ഖബർ. അമ്മാനി മുബ്തദഉൻ മർഫൂൻ വ അലാമത്തു റഫിഹി അൽ അലിഫു ലി അന്നഹു മുസന്ന. കം സദീഖൻ ലക യാ മുഹമ്മദ്. മുഹമ്മദേ, നിനക്ക് എത്ര സ്നേഹിതന്മാരുണ്ട്? ലീ സദീഖാനി, എനിക്ക് 2 സ്നേഹിതന്മാരുണ്ട്. അപ്പോൾ ഉത്തരങ്ങളിലൊക്കെ മുസന്ന പഠിപ്പിക്കുകയാണ്. 2 എങ്ങനെയെന്ന് പറയാൻ ആ ഇസ്മിൻ്റെ അവസാനം അലിഫും നൂനിന് കസ്റും ചേർക്കുക. അപ്പോൾ കം സദീഖൻ ലക യാ മുഹമ്മദ്. മുഹമ്മദേ, നിനക്ക് എത്ര സ്നേഹിതന്മാരുണ്ട്? ലീ സദീഖാനി. ലീ ഹർഫുജർ യാ മുത്തക്കല്ലിം ഇസ്മു മജ്റൂർ ജാർ വ മജ്റൂർ ശിബു ജുംല ഖബർ. സദീഖാനി, 2 സ്നേഹിതന്മാർ. അപ്പോൾ മുബ്തദഉൻ മർഫൂൻ വ അലാമത്തു റഫി അൽ അലിഫു ലി അന്നഹു മുസന്ന. കം ത്വാലിബൻ ജദീദൻ ഫി ഫസ്ലിക്കും. നിങ്ങളുടെ ക്ലാസ് റൂമിൽ പുതിയ വിദ്യാർത്ഥികൾ എത്ര പേരുണ്ട്? അപ്പം എങ്ങനെ ഉത്തരം പറയാം? ഫി ഫസ്ലിന, നമ്മുടെ ക്ലാസ്സിൽ ത്വാലിബാനി ജദീദാനി, 2 പുതിയ വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ത്വാലിബാനിനെ വിശേഷിപ്പിക്കുന്നതാണ് ജദീദാനി. നമുക്കറിയാം 4 കാര്യത്തിലും യോജിക്കണം. അലിഫ്ലാമില്ല, അലിഫ്ലാമില്ല. ആനീന്ന് എഴുതുമ്പോൾ ആനീന്ന് എഴുതണം. ഓക്കെ, ഏകവചനമാകുമ്പോൾ ഏകവചനമായിരിക്കണം. പിന്നെന്താ, മുദക്കർ പുല്ലിംഗാകുമ്പോൾ പുല്ലിംഗമായിരിക്കണം. അപ്പോൾ ഫി ഫസ്ലിന ത്വാലിബാനി ജദീദാനി. ജദീദാനി വിശേഷണമാണ്. ഓക്കെ. കം മസ്ജിദൻ ഫി ഖറിയത്തിക യാ സക്കരിയ. സക്കരിയ, നിൻ്റെ ഗ്രാമത്തിൽ എത്ര മസ്ജിദുകളുണ്ട്? ഖറിയത്തുൻ നമുക്കറിയാം മസ്ജിദാണ്. അപ്പോൾ ഖറിയത്തിക, നിൻ്റെ ഗ്രാമത്തിൽ. അപ്പം എങ്ങനെ ഉത്തരം പറയാം? ഫി ഖറിയത്തിന മസ്ജിദാനി, നമ്മുടെ ഗ്രാമത്തിൽ 2 മസ്ജിദുകളുണ്ട്. അപ്പോൾ ഫി ഹർഫുജർ ഖറിയത്തി ഇസ്മു മജ്റൂർ ജാർ വ മജ്റൂർ ശിബു ജുംല ഖബർ വഹുവ മുലാഫ് നാ മുലാഫിലെ മജ്റൂർ മസ്ജിദാനി മുബ്തദഉൻ മർഫൂൻ വ അലാമത്തു റഫിഹി അൽ അലിഫ് ലി അന്നഹു മുസന്ന. അതേപോലെ ഫി ഫസ്ലിന ഫി ഹർഫുജർ ഫസ്ലി ഇസ്മു മജ്റൂർ ജാർ വ മജ്റൂർ ശിബു ജുംല ഖബർ വഹുവ മുലാഫ് നാ മുലാഫിലെ മജ്റൂർ ത്വാലിബാനി മുബ്തദഉൻ മർഫൂൻ വ അലാമത്തു റഫിഹി അൽ അലിഫ് ലി അന്നഹു മുസന്ന ജദീദാനി നാത്ത്. അടുത്തത് കം ഫുന്ദുഖൻ ഫി ഹാദ ഷാരിഇ. ഈ തെരുവിൽ എത്ര ഹോട്ടലുകളുണ്ട്? ഫീഹി ഫുന്ദുഖാനി, അതിൽ 2 ഹോട്ടലുകളുണ്ട്. ഫി ഹർഫുജർ ഹി ഇസ്മു മജ്റൂർ ജാർ വ മജ്റൂർ ശിബു ജുംല ഖബർ ഫുന്ദുഖാനി മുബ്തദഉൻ മർഫൂൻ വ അലാമത്തു റഫിഹി അൽ അലിഫു ലി അന്നഹു മുസന്ന. കം അഹൻ ലക്കി യാ സുആദ്. നിനക്ക് എത്ര സഹോദരന്മാരുണ്ട്? സുആദ് സ്ത്രീയാണ്. അപ്പോൾ ലക്കി, നിനക്കുണ്ട്. അപ്പോൾ ലീ, എനിക്കുണ്ട്. അഹവാനി, 2 സഹോദരന്മാർ. ലീ ഹർഫുജർ യാ മുത്തക്കല്ലിം ഇസ്മു മജ്റൂർ ജാർ വ മജ്റൂർ ശിബു ജുംല ഖബർ അഹവാനി മുബ്തദഉൻ മർഫൂൻ വ അലാമത്തു റഫിഹി അൽ അലിഫു ലി അന്നഹു മുസന്ന. അപ്പോൾ അഹുൻ്റെ ബഹുവചനം ഇഖ്വത്തുൻ അല്ലെങ്കിൽ ഇഖ്വാനുൻ. അപ്പോൾ അഹുന്നെ മുസന്നയാക്കണമെങ്കിൽ അഹവാനി. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും. അഹുൻ്റെ മുസന്ന അഹവാനി. ജമ്മ് ബഹുവചനം ഇഖ്വത്തുൻ അല്ലെങ്കിൽ ഇഖ്വാനുൻ. ഇനി അടുത്ത എക്സസൈസ് ഇഖ്റ വക്തുബ്. വായിക്കുക, എഴുതുകയും ചെയ്യുക.
ഖാലിദുൻ ലഹു ഇബ്നാനി വ ബനാത് വ ബിൻതാനി. ഖാലിദ് അദ്ദേഹത്തിനുണ്ട് 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. ഖാലിദുൻ ലഹു ഇബ്നാനി വ ബിൻതാനി. ഖാലിദ് മുബ്തദഉൻ മർഫൂൻ. പിന്നെ ലഹു ഇബ്നാനി വ ബിൻതാനി എന്താ? ആ ഒരു ജുംല ഇസ്മിയാണ് ഖബറായിട്ട് വരുന്നത് ഖാലിദിന്. അപ്പോൾ ആ ജുംല ഇസ്മിക്ക് എന്തുണ്ട്? ലഹു ലാ ഹർഫു ജർ, ഹു ഇസ്മ മജ്റൂർ, ജാറും വ മജ്റൂർ ശുബ് ജുംല ഖബർ, ഇബ്നാനി മുബ്തദഉൻ മർഫൂൻ വ അലാമത്തു റഫീ അൽ അലിഫു ലിഅന്നഹു മുസന്ന, വ ഹർഫു അത്തഫ്, ബിൻതാനി മഅ്തൂഫുൻ അലാ ഇബ്നാനി. ബിൻതാനി മഅ്തൂഫുൻ അലാ ഇബ്നാനി. ഫി ഹാദൽ ബൈത്തി ഗുർഫത്താനി കബീറത്താനി. ഈ വീട്ടിൽ 2 വലിയ റൂമുകളുണ്ട്. അപ്പോൾ ഗുർഫത്താനി കബീറത്താനി. അപ്പോൾ കബീറത്താനി എന്താ? നാത്ത്. ഓക്കെ. അപ്പോൾ ഫി ഹർഫുജർ, ഹാദ ഇസ്മു മജ്റൂർ, ജാറും വ മജ്റൂർ ശുബ് ജുംല ഖബർ, അതിനുശേഷം അലിഫ്ലാമുള്ള ഇസ്മ വന്നു. അപ്പോൾ അത് ബദൽ അൽ ബൈത്തി. അപ്പോൾ ഹാദ ഇസ്മു മജ്റൂറായി. അപ്പോൾ അൽ ബൈത്തി എന്ന് പറയുക, കാരണം ബദലിനും ഹാസിൻ്റെ അതേ അടയാളമായിരിക്കണം. പിന്നെ ഗുർഫത്താനി മുബ്തദഉൻ മർഫൂൻ വ അലാമത്തു റഫ്ഇഹി അൽ അലിഫു ലിഅന്നഹു മുസന്ന, കബീറത്താനി നാത്ത്. ഫാത്തിമത്തു ലഹ തിഫ്ലാനി സഗീറാനി. ഫാത്തിമ അവൾക്കുണ്ട് 2 ചെറിയ കുട്ടികൾ. തിഫ്ലുൻ കുട്ടി, തിഫ്ലാനി 2 കുട്ടികൾ. അപ്പോൾ ഫാത്തിമ മുബ്തദഉൻ മർഫൂൻ. ഈ ലഹ തിഫ്ലാനി സഗീറാനി വീണ്ടും എന്താണ്? ജുംല ഇസ്മിയ ഖബറായിട്ട് വരാണ്. അപ്പോൾ ലാ ഹർഫു ജർ, ഹാ ഇസ്മു മജ്റൂർ, ജാറും വ മജ്റൂർ ശുബ് ജുംല ഖബർ, തിഫ്ലാനി മുബ്തദഉൻ മർഫൂൻ വ അലാമത്തു റഫ്ഇഹി അൽ അലിഫു ലിഅന്നഹു മുസന്ന, സഗീറാനി നാത്ത്. അപ്പോൾ ഈ ലഹ തിഫ്ലാനി സഗീറാനി ജുംല ഇസ്മിയ ഫാത്തിമ എന്ന മുബ്തദക്ക് ഖബറായിട്ട് വരുന്നു. ബാറക്കല്ലാഹു ഫീക്കും. ലി ഐനാനി വ ഉദ്നാനി വ യദാനി വ റിജ്ലാനി. എനിക്ക് 2 കണ്ണുകളുണ്ട്, 2 കാതുകളുമുണ്ട്, 2 കൈകളുമുണ്ട്, 2 കാലുകളുമുണ്ട്. അപ്പോൾ ലി ഹർഫുജർ, യാ മുതക്കല്ലിം ഇസ്മ മജ്റൂർ, ജാറും വ മജ്റൂർ ശുബ് ജുംല ഖബർ, ഐനാനി മുബ്തദഉൻ മർഫൂൻ വ അലാമത്തു റഫ്ഇഹി അൽ അലിഫു ലിഅന്നഹു മുസന്ന, വ ഹർഫു അത്തഫ്, ഉദ്നാനി മൗതൂഫുൻ അലാ ഐനാനി, വ ഹർഫു അത്തഫ്, യദാനി മൗതൂഫുൻ അലാ ഐനാനി, വ ഹർഫു അത്തഫ്, റിജ്ലാനി മൗതൂഫുൻ അലാ ഐനാനി. ഫി ഹാദൽ ഹയ്യി മദ്രസത്താനി. നമ്മളെ ചുറ്റുവട്ടത്തിൽ 2 മദ്രസകളുണ്ട്. ഹൈ എന്ന് പറഞ്ഞാൽ ചുറ്റുവട്ടത്ത്. ഫി ഹർഫുജർ, ഹാദ ഇസ്മു മജ്റൂർ, ജാറും വ മജ്റൂർ ശുബ് ജുംല ഖബർ, ഇസ്മു ഇഷാര ഹാദയ്ക്ക് ശേഷം അലിഫ്ലാമുള്ള ഇസ്മു വന്നു അൽ ഹയ്യി. അപ്പോൾ അതെന്താ? ബദൽ. അപ്പോൾ അതിന് കസറായിരിക്കണം, കാരണം ഹാദക്ക് കസറായി. അപ്പോൾ ഹയ്യിനും കസറായിരിക്കണം. മദ്രസത്താനി മുബ്തദഉൻ മർഫൂൻ. മുബ്തദ അപ്പോൾ മർഫൂ ആണ്. പക്ഷെ ഇവിടെ ദമ്മത്തിൻ്റെ അടയാളം എങ്ങനെ? അലാമത്തു റഫീ അൽ അലിഫു ലിഅന്നഹു മുസന്ന. സലാത്തുൽ ഫജ്റി റകാത്താനി. ഫജ്ർ റക്കാത്തിന് 2, ഫജ്ർ നിസ്കാരത്തിന് 2 റക്കാത്തുകളാണ്. സലാത്ത് മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ് അൽ ഫജ്രി മുലാഫിലെ മജ്റൂർ. ഫജ്റിൻ്റെ സലാത്ത് മുലാഫ് മുലാഫിലെ. സലാത്തിന് അലിഫ്ലാം ഇടാൻ പാടില്ല, സലാത്തു തൻവീൻ ഇടാൻ പാടില്ല. അൽ ഫജ്രി കസറായിരിക്കണം, കാരണം മുലാഫിലെ മജ്റൂർ. റക്കാത്താനി ഖബർ മർഫൂ വലാമത്തു റഫിഹി അൽ അലിഫു ലിഅന്നഹു മുസന്ന, ഒറ്റ വാക്കിൽ വരുന്ന ഖബർ. ലിൽ ബൈത്തി മിഫ്താഹാനി. വീട്ടിന് 2 താക്കോലുകളുണ്ട്. ലി ഹർഫുജർ, ബൈത്തി ഇസ്മു മജ്റൂർ, ജാറും വ മജ്റൂർ ശുബ് ജുംല ഖബർ, മിഫ്താഹാനി മുബ്തദഉൻ മർഫൂൻ വ അലാമത്തു റഫ്ഇഹി അൽ അലിഫു ലിഅന്നഹു മുസന്ന.
ലിമൻ ഹാത്താനിൽ ബക്രത്താനി, ഈ രണ്ട് പശുക്കൾ ആരുടേതാണ്? പശു ബക്കറത്തുൻ സ്ത്രീലിംഗാണ്. അപ്പോൾ രണ്ട് പശുക്കൾ, ഈ രണ്ട് പശുക്കൾ എന്നിങ്ങനെ പറയാം? ഹാത്താനിൽ ബക്കറത്താനി. ഹാദന രണ്ടായിട്ട്, അല്ല ഹാദിഹി, ഹാദിഹി സ്ത്രീലിംഗം രണ്ടായിട്ട് പറയണമെങ്കിൽ ഹാത്താനി. ബക്കറ സ്ത്രീലിംഗാണ്, അപ്പോൾ രണ്ട് ബക്കറ ബക്കറത്താനി. ഈ രണ്ട് ബക്കറകൾ എന്ന് പറയണമെങ്കിൽ ഹാത്താനി എന്നുള്ള സ്ത്രീലിംഗത്തെ കൊണ്ടുവരണം. ഹാദിഹിൻ്റെ മുസന്ന ഹാത്താനി. ഹുമ അത് രണ്ടും ലിൽ ഫല്ലാഹി കൃഷിക്കാരൻ്റെതാണ്. ഹുമ മുബ്തദഉൻ മർഫൂൻ ലി ഹർഫു ജർ, അൽ ഫല്ലാഹി ഇസ്മു മജ്റൂർ, ജാർ വ മജ്റൂർ, ശിബു ജുംല ഖബർ. അഹാദാനി തബീബാനി മിൻ ഇംഗൽത്തറ, ഈ രണ്ട് ഡോക്ടർമാർ ഇംഗ്ലണ്ടിൽ നിന്നാണോ? ഇംഗൽത്തറ എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട്. അപ്പോൾ തബീബ് ഡോക്ടറാണ്. രണ്ട് ഡോക്ടർമാർ എന്ന് പറയണമെങ്കിൽ തബീബാനി. ഈ രണ്ട് ഡോക്ടർമാർ എന്ന് പറയണമെങ്കിൽ ഹാദാനി തബീബാനി. ല അല്ല, ഹുമ മിൻ ഫറൻസ, അവർ രണ്ടുപേരും ഫ്രാൻസിൽ നിന്നാണ്. ഹുമ മുബ്തദഉൻ മർഫൂൻ മിൻ ഹർഫു ജർ, ഫറൻസ ഇസ്മു മജ്റൂർ, ജാർ വ മജ്റൂർ, ശിബു ജുംല ഖബർ. ഫറൻസ കസറില്ല, ഫറൻസ എന്നാണ്. ഇസ്മു മജ്റൂറായിട്ടും ഫറൻസ എന്ന് വരുന്നു. ഇങ്ങനത്തെ ഇസ്മുകൾ പിന്നീട് പഠിക്കും ഇൻഷാ അല്ലാ. ഇനി അടുത്തത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. പിന്നെ ശരിയായിട്ട് അവസാനത്തെ അക്ഷരം ഉച്ചരിക്കുകയും വേണം. കം ഉഖ്തൻ ലക, ആദ്യത്തെ കുറച്ച് ഉദാഹരണം ചെയ്തിട്ടുണ്ട്. നിനക്ക് എത്ര സഹോദരിമാരുണ്ട്? കം കലമൻ ഇന്ദക, നിൻ്റെ അടുക്കൽ എത്ര പേനകളുണ്ട്? കം സബൂറത്തൻ ഫിൽ ജാമിയത്തി, യൂണിവേഴ്സിറ്റി. കം സയ്യാറത്തൻ ഫിൽ ജാമിയത്തി, യൂണിവേഴ്സിറ്റിയിൽ എത്ര കാറുകളുണ്ട്? അൽ ജാമിയത്തു എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി. ഇനി നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യാം. കം ഡാഷ് ഇന്ദക, കം ദഫ്തറൻ ഇന്ദക, നിൻ്റെ അടുക്കൽ എത്ര നോട്ട് ബുക്കുകളുണ്ട്? കം അഹൻ ലക, നിനക്ക് എത്ര സഹോദരന്മാരുണ്ട്? കം ഫുന്ദുക്കൻ ഫി ഹാദ ഷാരി, ഈ തെരുവിൽ എത്ര ഹോട്ടലുകളുണ്ട്? ഈ തെരുവിൽ എത്ര ഹോട്ടലുകളുണ്ട്? കം മദ്രസത്തൻ ഫി ഖറിയതിക, നിൻ്റെ ഗ്രാമത്തിൽ എത്ര മദ്രസകളുണ്ട്? അല്ലെങ്കിലോ കം മസ്ജിദൻ ഫി ഖറിയതിക, നിൻ്റെ ഗ്രാമത്തിൽ എത്ര മസ്ജിദുകളുണ്ട്? ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. കം ത്വാലിബൻ ഫി ഫസ്ലിക്കും, നിൻ്റെ ക്ലാസ് റൂമിൽ എത്ര വിദ്യാർത്ഥികളുണ്ട്? ഓക്കെ. കം ഷഹറൻ ഫിസ്സനത്തി, കൊല്ലത്തിൽ എത്ര മാസങ്ങളുണ്ട്? ഷഹർ എന്ന് പറഞ്ഞാൽ മാസം. കം ഷഹറൻ, എത്ര മാസങ്ങളുണ്ട്? ഫിസ്സനത്തി, കൊല്ലത്തിൽ. അസ്സനത്തു എന്ന് പറഞ്ഞാൽ കൊല്ലം. കം അജലത്തൻ ലിദ്ദറാജത്തി, സൈക്കിളിന് എത്ര ചക്രങ്ങളുണ്ട്? അവസാനത്തത് കം കുർസിയൻ ഫി ഗുർഫത്തിക, എത്ര കസാലകളുണ്ട് നിൻ്റെ മുറിയിൽ? ബാറക്കല്ലാഹു ഫീക്കും. ഇതിൻ്റെ ആൻസേഴ്സ്, ഉത്തരങ്ങൾ ഞാൻ താഴെ പോസ്റ്റ് ചെയ്യും ഇൻഷാ അല്ലാ. ബാറക്കല്ലാഹു ഫീക്കും. നല്ലോണം പ്രാക്ടീസ് ചെയ്യുക.